കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണോ തൃക്കാക്കര എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംശയമാണെന്ന് പലരും പറഞ്ഞേക്കും. പക്ഷെ കേരളത്തിൽ ഇത്തവണ ചർച്ചയായ മണ്ഡലമാണോ തൃക്കാക്കര എന്ന് ചോദിച്ചാൽ യെസ്, ഉറപ്പായും അതേ എന്ന് പറയും. ആ ഉറപ്പായും അതേ എന്നുള്ള മറുപടിക്കുള്ള കാരണക്കാരൻ നമ്മുടെ ബസ്സിലുണ്ട്. ഗുഡ് ഈവനിങ്. ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു, അതുകൊണ്ടാണ് സ്വല്പം വൈകിയത്. സ്കൂളിലുറക്കത്തിലും ബിഗ് ബോസ് ആണ് ഇപ്പോഴും. എന്നെ ട്രോളിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പിന്നെ ഈ പ്രോഗ്രാമിന്റെ പേരാണല്ലോ എന്ന് കരുതിയത്. ആണോ? വെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നമ്മുടെ ചാനൽ ബിഗ് ടി വി, നമ്മുടെ ബസ് ബിഗ് ബസ്, എല്ലാം ബിഗ് ആണ്. അതുകൊണ്ട് ബിഗ് കാൻഡിഡേറ്റ്സിനൊക്കെ നമ്മൾ ഇതിന്റെ അകത്ത് വെച്ചും. താങ്ക് യു. ബിഗ് കാൻഡിഡേറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ സ്വയം? അങ്ങനെ തോന്നിയോണ്ടായിരിക്കുമല്ലോ നിങ്ങൾ വിളിച്ചത്. ഈ അഖിൽമാരാരുടെ പേര് വരുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങൾ, ട്രോളുകളൊക്കെ നിലപാട് മാറ്റുന്നയാൾ എന്നാണ്. എന്തുകൊണ്ട് ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ അങ്ങനെ പറയണത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. അത് ഒന്നാമത്തെ കാര്യം, അവർക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് ABCD അറിയാത്തത് കൊണ്ടാണെന്നുള്ളത് ഒന്ന്. രണ്ട്, അവർക്ക് എന്നോട് എന്തോ ഒരു അമിത പ്രതീക്ഷ ഉണ്ടായിരിക്കാം, സ്നേഹം ഉണ്ടായിരിക്കാം. ഞാൻ എല്ലാ കാലത്തും ഈ പറഞ്ഞ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു അടിമയെ പോലെ കിടക്കുമെന്നൊക്കെ അവർ കരുതിയിട്ടുണ്ടാവും. അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവില്ലട്ടാ. അഖിൽമാരാരുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്, BJP, then 2020 അങ്ങനെ മാറി മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ ഓർ VD സതീശൻ, രണ്ടുപേർക്കും രണ്ട് തരം ക്വാളിറ്റികളുള്ള ഒരാൾക്കാരാണ്. രണ്ടുപേരും നല്ല നേതാക്കന്മാരാണ്. ഈ രണ്ടുപേരെ കാട്ടി ഉഗ്ര നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ജെൻസി പിള്ളേരെ കയ്യിലെടുക്കാൻ വേണ്ടിട്ട് കുറച്ചധികം സ്ട്രാറ്റജികൾ വേണ്ടി വരും. എന്താണ് കയ്യിൽ വല്ല ടിപ്സ് ഉണ്ടോ? അനി ഞാൻ പുതിയ പയ്യനല്ലേ, ഇനി ഞാനെന്തിനാ പ്രത്യേകിച്ച് ഒരു ടിപ്സ് കൊണ്ട് കിടക്കട്ടെ? ഞാനൊരു ജെൻസിയാ. അതെങ്ങനെയാ? 80കളിലെ 70കളിലെയും ജെൻസി എന്നാണോ? ഉമാ തോമസ് MLA പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു ഈ 5 വർഷത്തെ? PT തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഭാര്യ, വളരെ നല്ലൊരു അമ്മ, വളരെ നല്ലൊരു ചേച്ചി എന്നൊക്കെ പറയാൻ പറ്റുന്ന വ്യക്തിത്വമാണ്. വളരെ നല്ലൊരു MLA എന്ന് പറയാൻ പറ്റില്ല. അല്ല, അത് പറയാൻ എനിക്ക് പറ്റില്ല. കാര്യം ഇവിടുത്തെ ജനത അങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ കേൾക്കുന്നില്ല. അവര് പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. കാര്യം നമ്മൾ അത്ര മണ്ടന്മാരായതുകൊണ്ട് അത് വിശ്വസിക്കാതിരിക്കും. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഉമാ തോമസ് ജയിക്കുമായിരിക്കും. ഉമാ തോമസ് വൻ ഭൂരിപക്ഷം ജയിക്കും. തൃക്കാക്കര മണ്ഡലത്തിലെ ഒരു അവസ്ഥ എന്താണ്? ഇത്തവണ ആര് ജയിക്കുന്നത് തോന്നുന്നത്? ഉമാ തോമസ് ജയിക്കും. ഉമാ തോമസ് ആണ് ജയിക്കാൻ സാധ്യത. വളരെ നല്ലൊരു MLA എന്ന് പറയാൻ പറ്റില്ല. അല്ല, അത് പറയാൻ എനിക്ക് പറ്റില്ല. കാര്യം ഇവിടുത്തെ ജനത അങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ പൊട്ടന ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടന. തൃക്കാക്കരക്കാർ അഖിൽമാരാറിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെയും പറഞ്ഞു പറ്റിച്ചിട്ടില്ല. എടോ സുധി, ഞാൻ മാറ്റിയ നിലപാട് ഏതൊക്കെയാന്ന് പറ. ഞാൻ ബിഗ് ബോസിൽ പോകില്ലെന്ന് പറഞ്ഞു, ബിഗ് ബോസിൽ പോയി. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. എനിക്കത് മാത്രം കൊടുക്കാൻ, അങ്ങനെ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് തൽക്കാലം കൊടുക്കാൻ പറ്റൂ. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. ഇത്തവണ തൃക്കാക്കരയുടെ MLA ആയി നിയമസഭയിൽ അഖിൽമാരാർ ഉണ്ടാവുന്നതാണ് അഖിൽമാരാർ എന്ന് പറയുന്നത്. നമുക്ക് തൃക്കാക്കരക്കാരോട് തന്നെ ചോദിച്ചോക്കാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അഖിൽമാരോട് സംസാരിച്ചു വരുന്നു. അപ്പൊ അഖിൽ പറഞ്ഞത് ഇത്തവണ തൃക്കാക്കരയെ പ്രതിനിധീകരിച്ച് അഖിൽമാരാറായിരിക്കും നിയമസഭയിൽ. എന്ത് നിലപാടുള്ളത്? അഖിൽ ഇത്ര നാൾ കോൺഗ്രസ്സുകാരനായിരുന്നു. അവന് ഇലക്ഷന് വേണ്ടി അവനൊരു സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവൻ അടുത്ത പാർട്ടിയിലേക്ക് ആടി. അതാണോ യഥാർത്ഥമായ രാഷ്ട്രീയം? സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നീയും ഒട്ടും മോശക്കാരനല്ലല്ലോ. അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് നിലപാടാണ് ഉള്ളത്? UDFന്റെ സപ്പോർട്ട് ചെയ്ത് കുറെ നാൾ പറഞ്ഞു. ആദ്യമേ BJP, പിന്നെ UDF, പിന്നെ ഇപ്പോഴും BJPയിലോട്ട് പോയി. യവൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? ഈ കുടുംബത്തിന് പോലും ഒരു വോട്ട് കിട്ടിവിടാനൊക്കെ. 2020 അഖിൽമാരാർ എന്ന് പറഞ്ഞ പയ്യനോട് പോയി സംസാരിച്ചു. അപ്പൊ അഖിൽമാരാർ പറയുന്നത് ഇത്തവണ തൃക്കാക്കരയെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ ഉണ്ടാവാൻ പോണത് ഞാനാണെന്നാണ്. അവര് എത്ര വലിയ കള്ളൻ ആര് വോട്ട് കൊടുക്കും? എത്ര വലിയ കള്ളൻ ആര് വോട്ട് കൊടുക്കും? ശവത്തെ കുത്താതെ ശവമേ. ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്. അവിടെ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി ഈ കുറകെ ചാടുമ്പോൾ ചാടിക്കൊണ്ട് നടക്കുന്നവരൊക്കെ ആരെങ്കിലും വോട്ട് കൊടുക്കും.
ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോവും. അപ്പന്റെ പേര് നശിപ്പിക്കാനുണ്ടായ ഒരു സന്തതി. നല്ല നല്ല പ്രവർത്തികൾ ചെയ്യണം, ഏത് പാർട്ടി ജയിച്ചാലും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.